ഈശോമിശിഹായ്ക്ക് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഇന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് തിരുവചനം അഥവാ വിശുദ്ധ ഗ്രന്ഥം. ഇത് സത്യമാണോ കള്ളമാണോ, ഇത് വല്ലവർക്കും വല്ല കാലത്തും വല്ലതും തോന്നിയത് എഴുതി വെച്ചതാണോ എന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥം സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ അത് ധ്യാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ലൂക്കായുടെ സുവിശേഷം വായിക്കാം. ലൂക്കായുടെ സുവിശേഷം ഇന്നത്തെ സുവിശേഷം വായിക്കാം. ഇന്നത്തെ സുവിശേഷമാണിത്. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. ഇത് കർത്താവിൻ്റെ 2ാം വരവിനായിട്ടുള്ള ആദ്യത്തെ പ്രവചനമാണ്. സുവിശേഷത്തിലെ കർത്താവിൻ്റെ 2ാം വരവിനായിട്ടുള്ള ആദ്യത്തെ പ്രവചനമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് വചനം കാണും, ബൈബിള് കാണും, വിശുദ്ധ ഗ്രന്ഥം കാണും. പക്ഷെ നമ്മളെല്ലാവരും എന്ത് ചെയ്യാം, അതൊരു മൂലയ്ക്ക് വെച്ച് അതവിടെ പൊടിയും പിടിച്ച് അങ്ങനെ ഇരിക്കും. അല്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അധികം പ്രാധാന്യം കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ പ്രാധാന്യം കൊടുക്കാത്ത ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ തീരുമാനിക്കണം, ഇനി എൻ്റെ ജീവിതത്തിൽ വചനത്തിന് പ്രാധാന്യം ഞാൻ കൊടുക്കണമോ വേണ്ടയോ. കാരണം വചനം കെട്ടുകഥയാണോ സത്യമാണോ എന്നതിന് ഞാൻ തെളിവ് 1-2 തെളിവ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യമേ തന്നെ ശിഷ്യന്മാരും ഈശോയും കൂടി ഒരുമിച്ച് നടന്നിരുമ്പോൾ ഇവര് ജെറുസലേം ദേവാലയത്തിൽ നോക്കിയിട്ട് പറയുകയാണ്, ഇത് എത്രയോ മനോഹരമായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്, എത്രയോ വിലപിടിപ്പുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഈശോ എന്ത് ചെയ്യും, ഈശോ ജെറുസലേം ദേവാലയത്തിൽ നോക്കിയിട്ട് ഇവരോട് പറയും, എന്താണ്, നിങ്ങളീ കാണുന്ന ഈ വിലയേറിയ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുന്ന സമയം വരും. ഇത് കർത്താവിൻ്റെ 2ാം വരവിനായിട്ടുള്ള ആദ്യത്തെ പ്രവചനമാണ്. അത് സംഭവിച്ചു AD 70 2 തവണ ഇസ്രായേൽ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അതിൽ 2ാമത്തെ തവണ AD 70. അപ്പോഴാണ് ഈ പ്രവചനം പൂർത്തിയായത്. AD 70 റോമൻ ഭരണാധികൾ ഈ ദേവാലയത്തെ നശിപ്പിക്കുകയാണ്. യുദ്ധത്തിലൂടെ ഈ ദേവാലയം നശിച്ചു പോവുകയാണ്. ഇനി അവിടെ ഈശോയുടെ പ്രവചനത്തിന്റെ ഓരോ വാക്കും വിലയേറിയതാണ്. ഇവിടെ ഈശോ പറയുന്ന കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. വെറുതെ നശിപ്പിക്കപ്പെടുമെന്നാണോ? അല്ല, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. അപ്പൊ ഈശോയുടെ പ്രവചനത്തിന്റെ ഓരോ വാക്കും അത് വിലയേറിയതാണ്. അപ്പോൾ എന്താണ്, ഈ റോമൻ ഭരണാധികാരികള് ഇതിന്റെ ഇടയിൽ ഈ ജെറുസലേം ദേവാലയത്തിന്റെ അടിത്തട്ടില് നിധികളുണ്ട് എന്നൊരു വാർത്ത കേൾക്കുവാണ്. ഇതൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ പോയി നോക്കിയാൽ നിധികളുണ്ട് എന്നൊരു വാർത്ത കേൾക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, വലിയ മെഷീനുകളൊക്കെ കൊണ്ടുവന്ന് ഇതിന്റെ അടിത്തട്ട് എന്ത് ചെയ്യുവാണ്, കുഴിച്ചെടുക്കുവാണ്. അപ്പോൾ അവിടെ പ്രവചനം പൂർത്തിയാവുകയാണ്. എന്ത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാ കല്ലുകളും പൊളിച്ചു മാറ്റപ്പെട്ടു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുന്ന ദിവസം വരികയാണ്. അത് വന്നു കഴിഞ്ഞു AD 70. ഇതൊക്കെ നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി നോക്കിയാൽ മതി. ഫോണെന്ന് പറയുന്നത് വെറുതെ യൂട്യൂബ് റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നല്ല, നമുക്ക് ഇതുപോലത്തെ ജ്ഞാനങ്ങൾ തരുന്ന ഒരുപാട് വസ്തുതകൾ ഈ മൊബൈലിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിക്കാം കേട്ടോ, അതൊക്കെ ചിന്തിക്കണം, അതൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം. അപ്പോൾ അത് നമുക്കിനി അടുത്ത വേറെ ടോപ്പിക്കായിട്ട് ഞാൻ തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈശോ പറഞ്ഞു എന്താണ്, അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുന്ന സമയം വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഈശോയുടെ പ്രവചനം, 1ാമത്തെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. ഇതിനെ കുറിച്ചുള്ള ഈശോയുടെ 2ാം വരവിനെ കുറിച്ചുള്ള 1ാമത്തെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. ഇനി അടുത്തത്, അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അടുത്ത പ്രവചനം, ഇവിടെ അടുത്ത തെളിവാണോ ബൈബിൾ സത്യമാണോ അല്ലയോ എന്നത്. ഈശോ പറയുകയാണ്, നിങ്ങൾ വഴിതെറ്റിക്കാതിരിക്കുവാനായിട്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം പലരും ഞാൻ യേശുവിൻ്റെ അനുയായിയാണ്, അല്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ പ്രവാചകനാണ് എന്ന പേരിൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് വരും. അല്ലേ, പല സഭകളൊന്നുണ്ടല്ലോ, ക്രിസ്തീയ സഭ, തിരുസഭ, ഇന്ന് കുറേ സഭകളായിട്ട് പിളർന്നിരിക്കുകയാണ്. അല്ലേ, പെന്തക്കോസ്ത, പ്രൊട്ടസ്റ്റന്റ്, കത്തോലിക്ക സഭ, ഇങ്ങനെ പല സഭകളുമായിട്ട് പിളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സഭകളിൽ നിന്ന്
ഞാനാണ് യേശുവിൻ്റെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് വരും അല്ലേ. ഇപ്പോൾ എന്താണ്, ഒരു സഭ പറയും നിങ്ങൾ ഇങ്ങോട്ട് വരികയും ഇവിടെ ഇങ്ങനെ ഒരു കപ്പൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ കപ്പലിനകത്ത് കയറുന്നവരാണ് രണ്ടാം വരവിന് എന്ത് ചെയ്യുക, രക്ഷപ്പെടുക. ഇങ്ങനെയൊക്കെ കുറേ തെറ്റായ പ്രബോധനങ്ങൾ തിരുസഭയിൽ വരികയാണ്. ഇതൊക്കെയും കർത്താവിൻ്റെ നാമത്തിൽ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് വരുന്ന ആളുകളാണ്. ഇത് കർത്താവ് തന്നെ ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ സമയം അടുത്തു കഴിഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ നിങ്ങൾ വഴിതെറ്റിക്കാനായിട്ട് കുറേ പേര് വരും. അവിടെ നിങ്ങൾ വീണു പോകരുതെന്ന് കർത്താവ് പറയുക. ഇനി അടുത്തത് ഈശോ പറയുകയാണ്, യുദ്ധങ്ങളും കലഹങ്ങളും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇന്ന് നമ്മളെന്താ കേൾക്കുന്നത്? ഇസ്രായേൽ ഗാസ യുദ്ധം, രാജ്യങ്ങൾക്കെതിരെ പോരാടുന്ന സമയം. അത് ഈ വചനത്തിൽ പറയുന്നുണ്ട്, ഈ സുവിശേഷ വചനത്തിൽ പറയുന്നുണ്ട്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. അതായത് നമ്മളിപ്പോൾ യുദ്ധങ്ങൾ കേൾക്കുന്നില്ലേ, ഇസ്രായേൽ ഗാസ യുദ്ധം. ക്രൈസ്തവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. ക്രൈസ്തവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ നമ്മൾ പേടിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുക. എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മളായിരിക്കുക. സുവിശേഷം നമ്മൾ കാണുമ്പോൾ എത്രയോ പേരാണ് ഈശോയ്ക്ക് വേണ്ടിയിട്ട്, സുവിശേഷത്തിന് വേണ്ടി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് മരിച്ചിരിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം എടുത്താൽ വിശുദ്ധ ചാൾസ്യൂസ് എങ്ങനെയാണ് മരിച്ചത്? ഈ ക്രൈസ്തവർക്കെതിരെ യുദ്ധം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരെല്ലാം തടവുകാരാക്കി വെച്ചിരിക്കുന്ന സമയങ്ങളിൽ ബാക്കി ഈ പുറത്തുണ്ടായിരുന്ന ക്രൈസ്തവരും ഈ ജയിലിലെ കാരാഗൃഹത്തിൽ അടച്ചിട്ടിരിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ഈ തിരുവോശി, ഈശോയുടെ ശരീരം, അത് പുരോഹിതൻ കൂദാശ ചെയ്തു കൊടുത്ത്. കാരണം ഇവർക്ക് പബ്ലിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പബ്ലിക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ആ സമയത്ത് തലർത്ത് കൊന്നുകളെ. അതുകൊണ്ട് ഇവരിങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ രഹസ്യമായിട്ട് കുർബാനകളൊക്കെ അർപ്പിച്ച്. അപ്പോൾ ഇവർക്ക് ഒരു വിഷമമുണ്ട്, ഈ കാരാഗൃഹത്തിലായിരിക്കുന്നവർക്കും ഈശോയുടെ ശരീരം കൊടുക്കണം എന്നൊരു വിഷമമുണ്ട്. പക്ഷെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ സമയത്ത് ഈശോ എന്ന് പറയുന്നത് തെറ്റാണ്. ഈശോ എന്ന് പറയുന്നാൽ തന്നെ കഴുത്തറുത്ത് കൊന്നുകളയും. ഇങ്ങനെ ഇരിക്കെ ഇവരാണെങ്കിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുകയാണ്, ആര് ഈ കാരാഗൃഹത്തിലായിരിക്കുന്നവർക്ക് ഈ തിരുവോസ്തി, ഈശോയുടെ ശരീരം അവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഈ ചാൾസ്യൂസ് എഴുന്നേറ്റ് പറയാണ്, ഞാൻ കൊടുക്കും. അപ്പോൾ ഇവരെല്ലാവരും സമ്മതിക്കുകയാണ്. കാരണം കൊച്ചു പയ്യനാണ്, അതുകൊണ്ട് അവർക്ക് സംശയമൊന്നും തോന്നത്തില്ല. അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസം പുരോഹിതൻ ആശീർവദിച്ച് കൂദാശ ചെയ്ത ഈ തിരുവോസ്തി ഈ ചാൾസ്യൂസ് കയ്യിൽ മുറുകെ പിടിച്ച് ശ്രദ്ധിച്ച് കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ആ കാരാഗൃഹത്തിനകത്ത് പോയിട്ട് ഓരോരുത്തർക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചൊടിച്ച് കൊടുക്കുകയാണ്. ഈ തിരുവോസ്തി ഈശോയുടെ ശരീരം കിട്ടിയ സമയം മുതൽ ഈ കാരാഗൃഹത്തിലുണ്ടായിരുന്നവർ ശക്തി പ്രാപിക്കുകയാണ്. അവർ ഞങ്ങളെ കൊന്നാലും ശരി കുഴപ്പമില്ല, ഞങ്ങൾ ഈശോയെ പറ്റി പറയുമെന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ ഉണർന്നപ്പോൾ ഈ കാരാഗൃഹത്തിലുള്ളവർ ഇങ്ങനെ 2-3 ദിവസം ഇങ്ങനെ തന്നെ ഈ കുട്ടി ഇങ്ങനെ കാരാഗൃഹത്തിൽ ഈശോയുടെ ശരീരം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും ഉണർന്ന് ഈശോയെ പറ്റി ഒരു ഭയവും ഇല്ലാതെ ഈശോയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്കൊരു സംശയം, ഇത്ര പെട്ടെന്ന് ഇവർക്ക് ഈ ആത്മധൈര്യമൊക്കെ വരാനായിട്ട് ഇത്ര പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഇവര് അടുത്ത ദിവസം മുതൽ വീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവർ കാണുകയാണ്, എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു കൊച്ചു പയ്യൻ ഈ കാരാഗൃഹത്തിനകത്തോട്ട് വരുന്നു. അപ്പോൾ ഈ പയ്യനെ പരിശോധിക്കാമായി. അങ്ങനെ അടുത്ത ദിവസം ഈ ചാൾസ്യൂസ് കയ്യിൽ ഈശോയുടെ ശരീരം മുറുകെ പിടിച്ച് വരുന്ന സമയത്ത് ഇവർ തടഞ്ഞു നിർത്തി ഈ ചാൾസ്യൂസിനെ പരിശോധിക്കുമ്പോൾ ദേഹത്തൊന്നും കാണുന്നില്ല. ഒരു പടയാളി ശ്രദ്ധിക്കുകയാണ്, ചാൾസ്യൂസ് തൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഒറ്റയ്ക്കിനും വിട്ടുകൊടുക്കത്തില്ല എന്ന രീതിയിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവര് എന്ത് ചെയ്തു, ഈ പടയാളികള് കൈ തുറക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ചാൾസ്യൂസ് തുറന്നു കൊടുത്തോ? ഇല്ല. കൈ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ, ഈ മരിക്കുന്നത് വരെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ചാൾസ്യൂസ് ഇരിക്കുകയാണ്. ഈ ഈശോയുടെ ശരീരം വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ചു. അവസാനം അവർ താഴെ ചാൾസ്യൂസിനെ തള്ളിയിട്ട് കയ്യിലൊക്കെ കാലുകൊണ്ട് അടിച്ച് ചവിട്ടി അവസാനം വിശുദ്ധ മരിക്കുകയാണ്. എന്നിട്ടും മരിക്കാറാവുന്ന സമയം വരെയും വിശുദ്ധ തുറന്നു കൊടുക്കുന്നില്ല. അപ്പോൾ ഇവര് ക്രൂരമായിട്ട് ആ വിശുദ്ധനെ കൊന്നതിന് ശേഷം ഇവര് കൈ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു അപ്പകഷ്ണം. അപ്പോൾ ഈ ഇതിലൊരു പടയാളി അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സവിശേഷത പ്രകാരമാണ്, ആ കൊച്ചു പയ്യൻ തൻ്റെ മുമ്പിൽ വച്ച് തൻ്റെ ഈശോ അപമാനിക്കപ്പെടരുത് എന്നൊരു ബോധ്യത്തിലായിരിക്കും അവൻ്റെ മരണം വരും എന്ന് ഓർത്തിട്ട് പോലെ അവൻ ആ കൈ വിടാതെ പിടിച്ചത്. ഇതുപോലെ ഒത്തിരി രക്തം ചിന്തി
വളർന്നു വന്നതാണ് കത്തോലിക്ക സഭ. അത് ആർക്കും തകർക്കാൻ സാധിക്കത്തില്ല. അത് കർത്താവിൻ്റെ സഭയാണ്, അത് കർത്താവ് കൊണ്ടുവരുന്നതാണ്. ഇനി ഈ സഭയെ ഒത്തിരി സാത്താൻ വന്ന് ഒത്തിരി വഴിപഴിച്ചു വിട്ടിട്ടുണ്ട്, വഴി തെറ്റിച്ചു വിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയും ഈശോ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് സുവിശേഷത്തിലൂടെ. ആരും എൻ്റെ നാമത്തിൽ വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് സൂക്ഷിച്ചുകൊള്ളു. അപ്പോൾ ഇനി യുദ്ധം വരുമ്പോൾ വിശുദ്ധ ചാൾസിനെ പോലെ എൻ്റെ ഈശോ എന്ന് പറഞ്ഞ കൈ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മരിക്കുമെന്നൊരു ഒരു ധാരണയിൽ നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ ഈശോയോട് പറയുകയാണ്, യുദ്ധവും കലഹവും ഉണ്ടാകും, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ധൈര്യം സംഭരിച്ചിരിക്കണം. കാരണം ആദിമ ക്രൈസ്തവർ, നമ്മുടെ സഭ എന്തുവാ, നമ്മുടെ സഭ ഇങ്ങനെ യുദ്ധങ്ങളില്ലാതെ ഇങ്ങനെ നേരെ വളർന്നു തന്നെയാണോ? ഇല്ല, എത്ര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? ആ സമയത്തും ക്രൈസ്തവര് ഭയം കൂടാതെ ഈശോയെ പ്രഘോഷിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ തിരുസഭ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈശോ പറയാണ്, ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടത് തന്നെയാണ്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിന്റെ വരവ് അടുത്തു കഴിഞ്ഞു. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടത് തന്നെയാണ്, എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. അവൻ തുടർന്നു. ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും തല ഉയർത്തും. ഇതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇസ്രായേൽ ഗാസ യുദ്ധം, അല്ലേ? രാജ്യത്തിനെതിരെ. ഇപ്പം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമല്ലേ, ജനത്തിനെതിരെ യുദ്ധമല്ലേ? മതം, മുസ്ലിം മതം ക്രിസ്ത്യൻ മതത്തിനെതിരെയും, ഹൈന്ദവ മതം മുസ്ലിം മതത്തിനെതിരെയും, ഹൈന്ദവ മതം ക്രിസ്ത്യൻ മതത്തിനെതിരെ, അങ്ങനെ രാജ്യങ്ങൾക്ക് തമ്മിൽ എതിരെയും ജനത്തിനെതിരെയും കയം കോരും. ഇതൊക്കെ ഈശ്വര രണ്ടാം വരവിനായിട്ടുള്ള അടയാളമാണ്. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. കൊറോണയൊക്കെ നിങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനും കിട്ടും. ഇപ്പോൾ സുവിശേഷനെ പറയുന്ന പലതും സംഭവിച്ചു കഴിഞ്ഞു. കർത്താവിന്റെ രണ്ടാം വരവ് അടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുക, ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്നും വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ക്രൈസ്തവരെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പീഡനേറ്റുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെ മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ആർക്ക് സാക്ഷ്യം നൽകുവാനുള്ള? യേശുവിന് വേണ്ടി സാക്ഷ്യം നൽകുവാനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്നോ മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾക്കും എതിർത്ത് നിൽക്കാനോ കഴിയാത്ത വാക്ചാതുര്യങ്ങളും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. എന്താണ് ഈശോ പറയുന്നത്? ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. നിങ്ങളുടെ എതിരാളികളെ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിയും കരുത്തും ദൈവം നൽകും. മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി പോലും നശിച്ചു പോകുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവൻ നിങ്ങൾ ഈശോ പറയുകയാണ്, ഈ ദുരിതങ്ങളും ഈ യുദ്ധത്തിലൊക്കെ നിങ്ങൾ മരിച്ചാലും നിങ്ങൾക്കൊരു നഷ്ടവുമില്ല. നിങ്ങളൊരു തലമുടി പോലും നശിച്ചു പോകത്തില്ല. അതിനൊക്കെയും നിങ്ങൾ ഈശോയുടെ നാമത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു തലമുടിക്ക് വരും, നിങ്ങളൊരു വേർപ്പ് തുള്ളിക്ക് വരും സ്വർഗം എന്ത് നൽകും? സ്വർഗം പ്രാധാന്യം നൽകി. സ്വർഗം അതിൻ്റെതായ ആ പ്രാധാന്യം നൽകി അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം നിങ്ങൾ യേശുവിന് വേണ്ടിയിട്ടാണ്, ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് മരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയാണ് ഈ വേർപ്പ് തുള്ളി പോലും ഒഴുക്കിയിരിക്കുന്നത്. അതൊരു സ്വർഗം വില കഴിപ്പിക്കും. അത് ഈശോ പറയുകയാണ്. ഇത് ഇന്നത്തെ സുവിശേഷത്തിലെ തെളിവാണ്. ഇന്നത്തെ സുവിശേഷനായി ഇപ്പൊ വായിച്ചു വന്നപ്പോൾ പകുതിയോളം ഇപ്പൊ നടന്നു കഴിഞ്ഞ സംഭവമില്ലേ, അല്ലേ? ഇതും തന്നെ ഏകദേശം ബൈബിൾ സത്യമാണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് തീർന്നിട്ടില്ല, ഒട്ടും തീർന്നിട്ടില്ല. ഇനി അടുത്തത് വന്നിട്ട് വെളിപാടിന്റെ പുസ്തകത്തിലാണ് ഈശോ വരുന്നതിനെ കുറിച്ച് ഏറ്റവും വലിയ തെളിവുകളൊക്കെ തന്നിരിക്കുന്നത്, പ്രവചനമൊക്കെ.
വെളിപാടിന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം. ഹെഡിങ് ഇപ്രകാരമാണ്, 2 മൃഗങ്ങൾ. 2-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെയായിരുന്നു. അതിന്റെ കാലുകൾ കരടിയുടേതുപോലെയും വായ് സിംഹത്തിൻ്റെതുപോലെയും സർപ്പം അതിന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പിക്ചർ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അത് സൂക്ഷിച്ച് വീക്ഷിക്കുക. ഇതിൽ പറയുന്നത് അതിൻ്റെ വായ് സിംഹത്തിൻ്റെതുപോലെയും അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെയും ആയിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെയായിരുന്നു. അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെയും വായ് സിംഹത്തിൻ്റെ പോലെ. സ്ക്രീനിൽ കാണിക്കുന്ന പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതിൻ്റെ ദേഹം എങ്ങനെയാണ്? പുള്ളിപ്പുലിയെ പോലെയാണ്. വായ് സിംഹത്തിൻ്റെതുപോലെയും കാലുകൾ എന്തിൻ്റെതുപോലെയാണ്? കരടിയുടേതുപോലെ. ഇനി ഈ പ്രതിമ, ഈ സ്റ്റാച്ചു ന്യൂയോർക്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ന്യൂയോർക്കിൽ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ന്യൂയോർക്കിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ജനതകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പണ്ടത്തെ കാലത്ത് സമാധാനത്തിനായിട്ട് ഈശോ ഇങ്ങനെ കൈവിരിച്ച് എല്ലാവരും അനുഗ്രഹിക്കുന്ന ഒരു സ്റ്റാച്ചു, അങ്ങനത്തെ ഒരു രൂപങ്ങളായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇപ്പോഴോ അതിന് പകരം സമാധാനം സ്ഥാപിക്കാനായിട്ട് എന്തൊക്കെ തരം രൂപങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിൽ തന്നിരിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന പോലെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പുള്ളിപ്പുലിയെ പോലത്തെ ശരീരവും വായ് സിംഹത്തിൻ്റെ പോലെയും കാലുകൾ കരടിയുടെ പോലെ. നിങ്ങൾ നോക്കിയാൽ കണ്ണുള്ളവൻ കാണട്ടെ, കാതുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയും വചനം സത്യമാണെന്നതിന് തെളിവാണ്. ഇനി അടുത്ത വീണ്ടും ഒരു തെളിവുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു കഥയാണ് ചിപ്പിനെ കുറിച്ചുള്ള കഥ. അവസാന കാലഘട്ടത്തിൽ ചിപ്പ് പതിപ്പിക്കേണ്ടി വരും എന്നൊരു കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? അതിന് ഞാൻ തെളിവുതരാം. സ്ക്രീനിൽ ഇപ്പോൾ ഒരു വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കാണുക. ഈ ഒരു പേയ്മെന്റ് രീതി കണ്ട് കിളി പോയ ഒരാളെ നമുക്ക് കാണാൻ കഴിയും. അതെ, ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു RFID ചിപ്പ് ചർമ്മത്തിനടിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഫോൺ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഈ ചിപ്പ് ഒരു ക്വിക്ക് ഇഞ്ചക്ഷനിലൂടെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഡോർ അൺലോക്ക് ചെയ്യാനും പണമടയ്ക്കാനും നിങ്ങളുടെ കാറ് തുറക്കാനും തുടങ്ങിയ നിരവധി സവിശേഷതകളുണ്ട് ഇതിന്. കണ്ടില്ലേ? ഇതൊക്കെയും ഈശോയുടെ 2-ാം വരവിനായിട്ടുള്ള തെളിവുകളാണ്. ഈശോയുടെ 2-ാം വരവ് അടുത്തിരിക്കുന്നതിന്റെ തെളിവുകളാണ്. വചനം സത്യമാണെന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. വചനത്തിൽ തന്നിരിക്കുന്ന എല്ലാം ഇന്ന് ഈ ഭൂമിയിൽ നടന്നില്ലേ? യുദ്ധങ്ങള്, വചനത്തിൽ പറഞ്ഞ പ്രവചനങ്ങള്, ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്, ചിപ്പിന്റെ കാര്യം, ഇതൊക്കെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ വെളിപാട് പുസ്തകമൊക്കെ പറയുന്നത് യോഹന്നാന് ലഭിച്ച വെളിപാടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വേറൊരു തെളിവുണ്ട്. അത് നമുക്ക് കിട്ടിയ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ വെളിപാട് യഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നത് യോഹന്നാനല്ല. ഇത് യേശുക്രിസ്തു വഴിയാണ് യോഹന്നാന് ലഭിച്ചത്. യേശുക്രിസ്തു വഴി യോഹന്നാന് പകർന്നു കൊടുത്തിരിക്കുന്നതാണ്. അതിൽ ചിലതും ഇപ്പോഴും മുദ്രിതമാക്കി വെച്ചിരിക്കുകയാണ്. ചില രഹസ്യങ്ങൾ ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല. ചില രഹസ്യങ്ങൾ ഇപ്പോഴും മുദ്രിതമാക്കി വച്ചിരിക്കുകയാണ്. പിതാവായ ദൈവം വരാനിരിക്കുന്ന കാര്യങ്ങളിൽ യേശുക്രിസ്തുവിന് പകർന്നു കൊടുത്തു. ഈ കാര്യങ്ങള്, ഈ യേശുക്രിസ്തുവിന് കിട്ടിയ വെളിപാടുകള് മനുഷ്യമക്കൾ അറിയണം എന്നൊരു, മനുഷ്യമക്കള് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹത്തില് ഈശോ ആർക്ക് പകർന്നു കൊടുക്കുകയാണ്. വെളിപ്പെടുത്തി കൊടുക്കുകയല്ല, പകർന്നു കൊടുക്കുകയാണ്. ആർക്ക്? യോഹന്നാൻ. അങ്ങനെയാണ് യോഹന്നാൻ ഇതൊക്കെയും വെളിപ്പാടിന്റെ പുസ്തകമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായോ ഈ വിശുദ്ധ ഗ്രന്ഥം ഇത് സത്യമാണെന്ന്? ഇത് നമ്മളെല്ലാരും വീട്ടിൽ പൊടിയടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് വായിച്ചാൽ മതി ഒരാൾക്ക് അറിവുള്ളവനാകാൻ, ജ്ഞാനമുള്ളവനാകാൻ. ഇത് വായിച്ചാൽ മതി, ഇതറിഞ്ഞാൽ മതി ഒരുവന് വിജ്ഞാനം ലഭിക്കാനായിട്ട്. കാറ്റീസത്തിൽ ഇപ്രകാരം പഠിക്കുന്നുണ്ട്: ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ദൈവിക ജ്ഞാനം ലഭിക്കൂ. ഈ ദൈവിക ജ്ഞാനം ലഭിച്ചാൽ മാത്രമേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു. ഇത്രയൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം അല്ലെ എത്ര എളുപ്പത്തിൽ ഇന്നത്തെ ലോകത്ത് കിട്ടും അല്ലേ? എത്ര എളുപ്പത്തിൽ ഇന്നത്തെ ലോകത്ത് കിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥം. എന്നിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കി എത്ര പേര് വീഡിയോ കാണുന്നുണ്ട്?
ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ സത്ത മനസ്സിലാക്കിയ എത്ര പേര് ഇത് കാണുന്നു, ഈ വീഡിയോ കാണുന്നു എന്നതിലാണ് കാരണം. ഈശോ പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്, അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഇന്നെല്ലാവരും സയൻസിന്റെ പിന്നാലെ പോകുമ്പോഴും ഈശോ പറയുകയാണ്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. കൺവട്ടത്തി തെളിവുകളെല്ലാം ദൈവം തന്നു. നമ്മള് കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുക. നമ്മൾ ആത്മീയ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം നൽകാം, ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം ഈശോ രണ്ടാം വരവിനായിട്ട്. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഇനി ചെയ്യേണ്ടതാണ്. ഈശോ രണ്ടാം വരവിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ആദ്യത്തെ 3 ടൈറ്റിൽ നോക്കാം, ആദ്യത്തെ 3 തലക്കെട്ടുകൾ നോക്കാം. ഫസ്റ്റത്തെ തലക്കെട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റത്തെ തലക്കെട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്, കർത്താവിന്റെ ദിനം. നിങ്ങൾ ബൈബിൾ ഉള്ളവർ ബൈബിൾ എടുത്ത് നോക്കുക. ഇന്നത്തെ കാലത്ത് ബൈബിൾ ഇല്ലാത്തൊരു വീടും ഇല്ല, അല്ലേ? ബൈബിൾ ഇല്ലാത്തൊരു വീടും ഇല്ല. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ തലക്കെട്ട് പ്രകാരമാണ് കർത്താവിന്റെ ദിനം. ഇനി 2-ാമത്തെ അധ്യായത്തിലെ തലക്കെട്ട് പ്രകാരമാണ് അനുതപിക്കുക. ഇനി അടുത്ത തലക്കെട്ട് പ്രകാരമാണ് ജനതകൾക്ക് നാശം. നോക്കാം, ജനതകൾക്ക് നാശം. ഇതിപ്പോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഈ 3 തലക്കെട്ട് നമുക്കൊരു അഡ്വൈസ് തരികയാണ്, നമുക്കൊരു ഉപദേശം നൽകുകയാണ് ഈശോയുടെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങാനായിട്ട്. കർത്താവിന്റെ ദിനം മീൻസ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഇനി അടുത്തത് അനുതപിക്കാം. കർത്താവിന്റെ രണ്ടാം വരവിനായിട്ട് നമ്മളെല്ലാവരും അനുതപിച്ചൊരുങ്ങുക. അല്ല എങ്കിൽ ജനതകൾക്ക് നാശം. നിങ്ങളെല്ലാവരും കർത്താവിന്റെ വരവിന് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റിന് ഒരുങ്ങുക. എങ്ങനെ ഒരുങ്ങുക? അനുതപിച്ചൊരുങ്ങുക. ഇനി അഥവാ നിങ്ങൾ അനുതപിച്ച് ഒരുങ്ങിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ്? നാശം. ഇതാണ് ആ 3 തലക്കെട്ടുകളും ആ ഓർഡറിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആ 3 തലക്കെട്ടുകളും നൽകും. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. ദൈവത്തിൽ കൂടെ മതി.